പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹഖ്ഖ ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുൻ എന്ന ഭാഗമാണ് വിശദീകരിച്ചു വന്നത്. ഭാര്യ ഭർത്താക്കന്മാർ അന്യോന്യം വസ്ത്രങ്ങളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശേഷിപ്പിച്ചത്, ഉപമിച്ചത്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഹുന്ന ലിബാസുൽ ലക്കും, നിങ്ങൾക്ക് അവർ ഭാര്യമാർ വസ്ത്രമാണ്, വഅൻതും ലിബാസുൽ ലഹുൻ, നിങ്ങൾ അവർക്കും വസ്ത്രമാണ് എന്നിടത്ത് സ്ത്രീകൾ വസ്ത്രമാണ് എന്നതിനെ മുന്തിപ്പിച്ചത് എന്തുകൊണ്ട്? അതേപോലെ ശരീരത്തിൽ വസ്ത്രം കണക്ക് തങ്ങളോട് ചേർന്നാണ് ഇണകൾ അന്യോന്യം വികാര പൂരണത്തിൻ്റെ വിഷയത്തിൽ, ലൈംഗിക സുഖമെടുക്കുന്നതിൻ്റെ വിഷയത്തിൽ നീണ്ട രാവുകൾ പകലുകൾ ക്ഷമിക്കുക, സഹിക്കുക എന്നുള്ളത് അസാധ്യമാണ്. അതിനാലാണ് റമദാൻ്റെ രാവുകളിൽ അവരെ പ്രാപിക്കുവാൻ ഇളവ് അനുവദിക്കപ്പെട്ടത്. ഈ ഒരു വിഷയമുണർത്തവേ സലമത്ത് ഇബ്നു സഖർ അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം ഈ വിഷയത്തിൽ പ്രത്യേകം പ്രസ്താവ്യമാണ്. അതാണ് ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വച്ചതുപോലെ തുടർന്ന് മനസ്സിലാക്കുവാനുള്ളത്. ബിഇദ്നില്ല. സലമ ഇബ്നു സഖർ അൽ അൻസാരി ആരോഗ ദൃഢഗാത്രനായ ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തുന്നത് കുൻതു റജുലൻ ഖദ് ഊതീതു മിൻ ജിമാഇ നിസാഇ മാ ലം യുഅത ഗൈരി, മറ്റുള്ളവർക്കൊന്നുമില്ലാത്തത്ര ഇണകളോടുള്ള സംസർഗം, അതിൽ കരുത്ത് നൽകപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ എന്നാണ്. അങ്ങനെ ഫലമ്മ ദഖല ശഹ്റു റമദാൻ ഖിഫ്തു അൻ ഉസീബ മിൻ ഇംറഅതി ശൈഅൻ ഫീ ലൈലതി, റമദാൻ മാസം സമാഗതമായപ്പോൾ റമദാന്റെ രാവിൽ ഞാൻ ഭാര്യയെ പ്രാപിക്കുകയും فأتتابع في ذلك إلى أن يدركني النهار وأنا لا أقدر أن أنزع, ഭാര്യയോടൊത്തുള്ള സംസർഗം ഫജറിനിപ്പുറവും തുടർന്നു പോയേക്കുമോ, എനിക്ക് ഭാര്യയോടൊത്തുള്ള ഈ ശയ്യാസഹനവും ലൈംഗിക വീഴ്ചയും മതിയാക്കാൻ സാധിക്കാതെ വരുമോ എന്ന് ഞാൻ ഭയക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫബാഹർതു മിൻഹാ ഹത്താ യൻസലിഖ ശഹ്റു റമദാൻ, റമദാൻ മാസം തീരുന്നത് വരെ ഭാര്യയെ ഞാൻ ബിഹാർ നടത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ റമദാൻ സമാഗതമാവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പേടി കാരണത്താൽ റമദാൻ തീരുന്നത് വരെ ഭാര്യയെ ബിഹാർ നടത്തി. എന്താ ബിഹാർ? ഭാര്യയെ തനിക്ക് നിഷിദ്ധമാക്കലാണ്. ഭാര്യയെ പ്രാപിക്കുന്നത് തൻ്റെ അളവിൽ നിഷിദ്ധമായി പ്രഖ്യാപിക്കുക. എങ്ങനെ അൻതി അലയ്യക ബഹരി ഉമ്മി എന്ന് പ്രയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ആശയത്തിൽ സമാനമായ പ്രയോഗം നടത്തിക്കൊണ്ട്, എൻ്റെ മാതാവ് എനിക്ക് നിഷിദ്ധമെന്നതുപോലെ നീയും എനിക്ക് നിഷിദ്ധമാണ് എന്ന് പറയുക. ഒരു ഭാര്യയോടും ഇങ്ങനെ ഒരിക്കലും പറഞ്ഞുകൂടാ. മുൻഖറൻ മിനൽ ഖൗലി വസൂറ എന്നാണ് അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഏറ്റവും വർജ്യമായ വാക്കാണത്. മഹാ അപരാധം, വ്യാജം, ഇതൊക്കെയാണ് അള്ളാഹു അതിനെ വിശേഷിപ്പിച്ചത്. അതൊരിക്കലും പറയാൻ പാടുള്ളതല്ല. അങ്ങനെ പറഞ്ഞാൽ അത് വളരെ ഗൗരവപ്പെട്ട കുറ്റവും മാത്രമല്ല, പിന്നീട് ഭാര്യയെ പ്രാപിക്കണമെങ്കിൽ കടുത്ത പ്രായശ്ചിത്തവും നിശ്ചയിക്കപ്പെട്ട വിഷയമാണത്. തനിക്ക് എന്നേക്കുമായി വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട
സ്ത്രീകൾ, സഹോദരിമാർ, പെൺമക്കൾ, മാതൃ സഹോദരിമാർ, പിതൃ സഹോദരിമാർ, ഭാര്യമാരുടെ മാതാക്കൾ, മുലയൂട്ടിയ പാലൂട്ടിയ സ്ത്രീകൾ, ഇങ്ങനെ തുടങ്ങിയവരുടെയൊക്കെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ അവരെ ഉണർത്തി അവരൊക്കെ എനിക്ക് നിഷിദ്ധമെന്നതുപോലെ നീ എനിക്ക് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞാലും ബിഹാറാകുമെന്ന് പറയുന്ന പ്രാമാണികരുണ്ട്. ഏതായാലും സലമ ഇബ്നു സഖർ റളിയല്ലാഹു അൻഹു റമദാൻ തീരുവോളം ഭാര്യയെ ബിഹാർ ചെയ്തു. അതെന്തിന്? റമദാൻ്റെ രാവിൽ ഭാര്യയെ പ്രാപിക്കുകയും പിന്നെ അത് തുടർന്നു പോയി ഫജറിനിപ്പുറവും സംസർഗം തുടർന്നേക്കുമോ എന്ന പേടി നിമിത്തം. അങ്ങനെ ഈ സലമ ഇബ്നു സഖർ പറയുന്നത് ഭാര്യയെ ബിഹാർ ചെയ്തു. അങ്ങനെ റമദാനായി. ഭാര്യ ഒരു രാത്രി എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കെ ഭാര്യയുടെ ശരീരാവയവങ്ങൾ എനിക്ക് വെളിപ്പെട്ടു. അങ്ങനെ ഞാൻ ഭാര്യയെ കടന്നു പിടിച്ചു, അവരെ പ്രാപിച്ചു. ഇത് പകലല്ല, രാത്രി. റമദാൻ്റെ രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാര്യമാരോടൊത്തുള്ള സംസർഗം അനുവദിച്ചതിന് ശേഷമാണ്. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ കേസ് ഇദ്ദേഹം വിഹാർ ചെയ്തിട്ടുണ്ട്. രാത്രി അതേപോലെ പകൽ ഒക്കെ ഭാര്യയെ പ്രാപിക്കൂല എന്ന നിലക്ക്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുകയാണ്, നേരം പുലർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗോത്രക്കാരുടെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് ഈ വിവരം പറഞ്ഞു, തന്നിൽ നിന്ന് വന്നു പോയ ഈ വിഷയം. അദ്ദേഹത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒറ്റയ്ക്ക് പോകാൻ വലിയ വിഷമം. അതുകൊണ്ട് ഗോത്രക്കാരോട് പറഞ്ഞു, നിങ്ങളും എൻ്റെ കൂടെ വരൂ, എന്നിട്ട് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എൻ്റെ ഈ വിഷയം പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഗോത്രക്കാർ അവർ പറഞ്ഞു, ലാ വല്ലാഹ് ലാ നഫ്അൽ, അള്ളാഹുവാണ് സത്യം, ഞങ്ങൾ വരൂല. നതഖവ്വഫു അൻ യൻസില ഫീനാ ഖുർആനുൻ, ഞങ്ങളുടെ വിഷയത്തിൽ ഖുർആൻ അവതീർണമാകുമോ എന്ന പേടി ഞങ്ങൾക്കുണ്ട്. ഔ യഖൂല ഫീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഖാലത്തൻ യബ്ഖാ അലൈനാ ആറുഹ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയുകയും അങ്ങനെ തിരുദൂതരുടെ ആ പ്രയോഗം ഒരു ആക്ഷേപമായി ഞങ്ങളുടെ വിഷയത്തിൽ ശേഷിക്കുകയും ചെയ്യുമോ എന്ന പേടിയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വരൂല. സൗഫ നുസല്ലിമുക ലിജരീറതിക്, താങ്കളുടെ കുറ്റം അതിലേക്ക് താങ്കളെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഇദ്ഹബ് അൻത ഫദ്കുർ ശഅനക ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ പോയി താങ്കളുടെ കാര്യം തിരുദൂതരോട് അവതരിപ്പിച്ചോ എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെ ഈ സലമ ഇബ്നു സഖർ പറയുകയാണ്, അതിൽ പിന്നെ ഞാൻ പുറപ്പെട്ടു, തിരുദൂതരുടെ സവിധത്തിൽ ചെന്നു. എന്നിട്ട് എൻ്റെ വിഷയങ്ങൾ ഞാൻ അവതരിപ്പിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ്ചര്യത്തിൽ, അൻത ബിദാക യാ സലമത്തു, സലമ നിങ്ങളാണോ അത് ചെയ്തത്? അപ്പോൾ സലമ പറഞ്ഞു, അന ബിദാക യാ റസൂലല്ലാഹ്, തിരുദൂതരെ ഞാനാണത് ചെയ്തത്, ഞാൻ തന്നെ. അപ്പോൾ വീണ്ടും റസൂൽ, അൻത ബിദാക്, താങ്കളാണ് അത് ചെയ്തത്. അപ്പോൾ വീണ്ടും സലമ അന ബിദാക്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും അൻത ബിദാക്. അപ്പോൾ വീണ്ടും അദ്ദേഹം അന ബിദാക് വഹാ അന ദാ യാ റസൂലല്ലാഹ് സാബിറുൻ ലിഹുക്മില്ലാഹി അലൈ, ഞാൻ തന്നെയാണ് അത് ചെയ്തത്, ഞാൻ ഇതാ അള്ളാഹു എൻ്റെ പേരിൽ എന്ത് വിധിക്കുന്നുവോ അതേൽക്കാൻ ഞാൻ ക്ഷമാലുവാണ് തിരുദൂതരെ എന്ന് പറഞ്ഞു എന്നാണ്. ഫഅംദി ഫിയ ഹുക്മല്ലാഹ്, അള്ളാഹുവിൻ്റെ വിധി അതെന്നിൽ നടപ്പിലാക്കിക്കോളൂ എന്ന് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സലമയെ കേട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഫഅഅ്തിഖ് റഖബതൻ, എങ്കിൽ താങ്കൾ ഒരു അടിമയെ മോചിപ്പിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ സലമ പറയാണ്, ഫദറബ്തു സഫ്ഹത ഉനുഖി ബിയദി, അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പെരടിയിൽ ഇങ്ങനെ തച്ചു എന്ന് പറഞ്ഞു. ലാ വല്ലദീ ബഅസക ബിൽ ഹഖ്
ലാ അംലിക്കു ഇല്ലാ റഖബത്തി ഹാദിഹി, തിരുദൂതരെ ഞാൻ എൻ്റെ ഈ റഖബത്തല്ലാതെ, പിരടിയല്ലാതെ ഒന്നും ഉടമപ്പെടുത്തുന്നില്ല. ഈ ആർത്തിക്ക് റഖബ എന്ന് പറഞ്ഞെങ്കിൽ പിരടിക്കാ പറയാം. ആലങ്കാരികമായിട്ട് അടിമയെ മോചിപ്പിക്കുന്നതിന് പറയും, അടിമക്ക് പറയും. അപ്പം ആർത്തിക്ക് റഖബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നീ ഒരു അടിമയെ മോചിപ്പിക്കൂ, അല്ലെങ്കിൽ താങ്കൾ ഒരു അടിമയെ മോചിപ്പിക്കൂ എന്നുള്ളതിന് റഖബ എന്നാണ് പ്രയോഗിച്ചത്. റഖബൻ്റെ അടിസ്ഥാനപരമായ അർത്ഥം പിരടിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ പെരടിയിൽ തച്ചിട്ട് എൻ്റെ ഈ പെരടിയല്ലാതെ ഞാനൊന്നും ഉടമപ്പെടുത്തുന്നില്ല എന്നാണ് ഇട്ട് പറഞ്ഞത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫസും ഷഹ്റൈനി മുത്തതാബിയൈൻ, എങ്കിൽ നിങ്ങൾ തുടർച്ചയായി 2 മാസം നോമ്പ് അനുഷ്ഠിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് വഹൽ ദഖല അലയ്യ മാ ദഖല മിനൽ ബലാ ഇല്ലാ ബിസ്സൗം, തിരുദൂതരെ എനിക്കേറ്റ ഈ പരീക്ഷണം അത് നോമ്പ് കാരണത്താലല്ലേ എനിക്ക് ഏൽക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഭാര്യയെ ബിഹാർ ചെയ്യാൻ കാരണം റമദാൻ മാസത്തിൻ്റെ ദിനരാത്രങ്ങളിൽ ഭാര്യയെ പ്രാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. കാരണം അദ്ദേഹം അത്രമേൽ ഒരു വികാര വ്യക്തിത്വമായിരുന്നു. അതാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഫതസദ്ദഖ് ഔ അത്ഇം 60 മിസ്കീനൻ, എങ്കിൽ താങ്കൾ 60 മിസ്കീന്മാർക്ക് അന്നം നൽകൂ, സദഖ ചെയ്യൂ. വസ്ഖ മിൻ തംർ, കാരക്കയിൽ നിന്ന് 60 മിസ്കീന്മാർക്ക് വേണ്ട തൂക്കം അത് സദഖ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഈ സലമ ഇബ്നു സഖർ തിരുദൂതരോട്, വല്ലദീ ബഅസക ബിൽ ഹഖ് ലഖദ് ബിത്നാ ലൈലതനാ ഹാദിഹി വഹ്ശ മാ ലനാ അശ, തിരുദൂതരെ ഈ രാത്രി ഞങ്ങൾ അന്തി ഉറങ്ങിയത് രാത്രി ഭക്ഷണം കഴിക്കാനില്ലാഞ്ഞിട്ട് പട്ടിണിയിലാണ്, വിശന്ന് പൊരിഞ്ഞ് രാത്രി കഴിച്ചു കൂട്ടിയവരാണ് ഞങ്ങൾ, എൻ്റെ ഈ കുടുംബം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേട്ടപ്പോൾ ഫർവ ഇബ്നു അംർ റളിയല്ലാഹു തആല എന്നോട് പറഞ്ഞു, ആതിഹി ദാക്കൽ അറഖ്, ഒരു കൊട്ട ചൂണ്ടി ആ കൊട്ട അദ്ദേഹത്തിന് നൽകാൻ പറഞ്ഞു. 15 സാഴ് അല്ലെങ്കിൽ 16 സാഴ് കൊള്ളുന്ന ഒരു കൊട്ട. ചില നിവേദനങ്ങളിൽ തിരുദൂതർ പറഞ്ഞു എന്നാണ്, ഇദ്ഹബ് ഇലാ സാഹിബി സദഖത്തി ബനി സുറൈഖ് ഫഖുൽ ലഹു ഫലിയദ്ഫഅഹാ ഇലൈക്, ബനു സുറൈഖ് ഗോത്രത്തിൻ്റെ സദഖ പിരിക്കാൻ ഏൽപ്പിച്ച ആളുടെ അടുക്കലേക്ക് പോകാൻ പറഞ്ഞു എന്നാണ്. എന്നിട്ട് ബനു സുറൈഖ് ഗോത്രത്തിൻ്റെ സദഖ അദ്ദേഹത്തിന് തരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതായി പറയാൻ പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഅത്ഇം അൻക മിൻഹാ വസ്ഖം മിൻ തംറിൻ 60 മിസ്കീനൻ, ആ സദഖയിൽ നിന്ന് 60 മിസ്കീന്മാർക്ക് ഭക്ഷിപ്പിക്കാൻ പറഞ്ഞു. വകുൽ അൻത വഇയാലുക ബഖിയതഹ, 60 മിസ്കീനുകൾക്ക് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള സദഖ താങ്കളും താങ്കളുടെ കുടുംബവും ഭക്ഷിക്കൂ എന്നും കൽപ്പിച്ചു എന്നാണ്. അങ്ങനെ ഈ സലമ ഇബ്നു സഖർ അൽ അൻസാരി പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്ന് മടങ്ങി എൻ്റെ ഗോത്രക്കാരിലേക്ക് ചെന്നു, കുടുംബക്കാരിലേക്ക് ചെന്നു. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു, വജത്തു ഇൻദകും ദീഖ് വസൂ അർ-റഅ്, നിങ്ങളുടെ അടുക്കൽ ഞാൻ കണ്ടത് ഇടുസാക്കലാണ്, കുടുസായ നിലപാടാണ്, മോശമായ അഭിപ്രായവുമാണ്. വജത്തു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സഅത വൽ ബറക വഹുസ്ന അർ-റഅ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഞാൻ കണ്ടത് വിശാല മനസ്കതയാണ്, ബർക്കത്താണ്, നല്ല നിലപാടും അഭിപ്രായവുമാണ്. വഖദ് അമറനി, തിരുദൂതർ എന്നോട് കൽപ്പിച്ചു, ഔ അമറലി ബിസദഖതികും, അല്ലെങ്കിൽ തിരുദൂതർ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ സദഖ എനിക്ക് തരാൻ. ഫദ്ഫഉഹ ഇലൈ, അതുകൊണ്ട് നിങ്ങളുടെ സദഖ എനിക്ക് തരൂ. അപ്പോൾ അവർ അവരുടെ സദഖ അദ്ദേഹത്തിന് നൽകി എന്നതാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഈ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് ഒരു മഹനീയ ചരിത്രം, വലിയ ഒരു സംഭവം, അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ സലമ ഇബ്നു സഖറിനെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രായശ്ചിത്തം ചെയ്യിപ്പിച്ചു. അത് അദ്ദേഹം റമദാന്റെ പകലിൽ ഭാര്യയെ പ്രാപിച്ചതിനുള്ള പ്രായശ്ചിത്തമല്ല,
റമദാൻ്റെ പകലിൽ നോമ്പുകാരായിരിക്കെ ഭാര്യയെ പ്രാപിച്ചിട്ടുണ്ട് എങ്കിൽ ഈ പറഞ്ഞതുപോലെയാണ് പ്രായശ്ചിത്തം. തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് ഒരടിമയെ മോചിപ്പിക്കുക, അല്ലെങ്കിൽ 60 ദിവസം തുടർച്ചയായി നോമ്പെടുക്കുക, അതുമല്ലെങ്കിൽ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകുക. ഈ നോമ്പ് നോറ്റ് വീട്ടുന്നതോടൊപ്പം. പക്ഷെ ഇവിടെ സലമയിൽ നിന്ന് അങ്ങനെ ഒരു അപരാധം വന്നിട്ടില്ല. വിശുദ്ധ റമദാൻ്റെ പകലിനെ കളങ്കപ്പെടുത്തുന്ന വീഴ്ച അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടില്ല. അദ്ദേഹത്തിൽ നിന്ന് വന്ന വീഴ്ച ബിഹാറാണ്. ഭാര്യയെ ബിഹാർ ചെയ്തു എന്നുള്ളതാണ്. വല്ലദീന യുദാഹിറൂന മിൻ നിസാഇഹിം മാ ഹുന്ന ഉമ്മഹാതിഹിം ഇൻ ഉമ്മഹാതുഹും ഇല്ലല്ലായി വലദ്നഹും വഇന്നഹും ലയഖൂലൂന മുൻകറൻ മിനൽ ഖൗലി വസൂറ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സൂറത്തുൽ മുജാദിലയുടെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ കൊടിയ അപരാധം, വ്യാജം, ബിഹാർ, അതാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നത്. ആ അപരാധം വന്നാലും ഇതേ പ്രായശ്ചിത്താണ്. അത് സൂറത്തുൽ മുജാദിലൻ്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. ആ പ്രായശ്ചിത്തമാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് നിർവഹിക്കാൻ കൽപ്പിച്ചത്. ഫഅഅതിഖ് റഖബതൻ ഫസും ഷഹ്റൈനി മുതതാബിഈൻ ഫതസദ്ദഖ് ഔ അത്ഇം 60 മിസ്കീനൻ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ബിഹാറിനുള്ള പ്രായശ്ചിത്തം നൽകുന്നതിന് വേണ്ടിയാണ്. ബിഹാർ വിശദീകരിക്കാനോ വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ പകലിൽ ഭാര്യയെ പ്രാപിച്ചാലുള്ള പ്രായശ്ചിത്തത്തിൻ്റെ വിഷയം വിശദീകരിക്കാനോ അല്ല നമ്മൾ ഇവിടെ ഈ ചരിത്രം ഉണർത്തിയത്. പ്രത്യുത റമദാൻ്റെ രാവുകളിൽ ഭാര്യമാരെ പ്രാപിക്കുന്നതിനും അവരുമായി സംസർഗം പുലർത്തുന്നതിനും അവരെ വിരിപ്പിലേക്ക് വിളിച്ച് അവരോട് ലൈംഗിക ചുവയിൽ സംസാരിച്ച് വർത്തിക്കുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകി. അതെന്തിനെന്ന് മനസ്സിലാക്കാൻ പുരുഷന്മാർ സ്ത്രീകളെ അപേക്ഷിച്ച് വികാര പ്രകടനത്തിൻ്റെ വിഷയത്തിൽ ക്ഷമയുള്ളവരല്ല, സഹനം ഉള്ളവരല്ല തുടങ്ങിയുള്ളതായ വിഷയങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഏതായാലും നമ്മൾ ഉഹില്ല ലക്കും ലൈലത സിയാമി റഫസു ഇലാ നിസാഇക്കും എന്ന ഭാഗം മനസ്സിലാക്കി. അതിനെ തുടർന്ന് ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുൻ എന്നുള്ള ഭാഗവും മനസ്സിലാക്കി. തുടർന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് അലിമല്ലാഹു അന്നകും കുൻതും തഖ്താനൂന അൻഫുസകും എന്ന ഭാഗമാണ്. എന്തുകൊണ്ട് റമദാൻ്റെ രാവിൽ ഭാര്യമാരെ വിളിച്ച് ക്ഷണിച്ച് സംസർഗം അള്ളാഹു അനുവദിച്ചു? 2 കാരണം എന്ന് നമ്മൾ പറഞ്ഞു. ഒരു കാരണം ഹുന്ന ലിബാസുല്ലക്കും അൻതും ലിബാസുല്ലഹുൻ. രണ്ടാമത്തെ കാരണം അലിമല്ലാഹു അന്നകും കുൻതും തഖ്താനൂന അൻഫുസകും. അലിമല്ലാഹ്, അള്ളാഹു അറിഞ്ഞിരിക്കുന്നു, അന്നകും തീർച്ചയായും നിങ്ങൾ, കുൻതും നിങ്ങളായിരുന്നു, തഖ്താനൂൻ നിങ്ങൾ വഞ്ചിക്കുന്നു, അൻഫുസകും നിങ്ങളെ തന്നെ. അപ്പോൾ നിങ്ങൾ സ്വന്തങ്ങളെ വഞ്ചിക്കുന്നവരായിരുന്നു എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞിരിക്കുന്നു. അതിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അർറഫസു ഇലാ നിസാഇക്കും അതിനെ അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഈ പ്രയോഗങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ആദ്യം ഈ ഒരു ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു നിവേദനമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയുള്ള ആയത്തിറക്കി. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും എന്ന് തുടങ്ങിയ ആയത്ത് അല്ലാഹു അവതരിപ്പിച്ചു.
എന്നിട്ട് അദ്ദേഹം പറയുന്നത് കാന നാസു അല അഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുദൂതരുടെ കാലത്ത് ജനങ്ങളായിരുന്നു ഇദാ സല്ലൗൽ ആതമ, അവർ ഇശ നിസ്കരിച്ചാൽ ഹറുമ അലൈഹിം ത്വാമു വശറാബു വന്നിസ, പിന്നെ ഭക്ഷണപാനീയങ്ങളൊക്കെ സ്ത്രീകൾ ഭാര്യമാർ അവരെ പ്രാപിക്കലൊക്കെ പാടില്ലായിരുന്നു. വസാമു ഇലൽ ഖാബിലത്തി, അടുത്ത രാത്രി വരേക്കും പിന്നീട് വ്രതാനുഷ്ഠാനമാണ്. അങ്ങനെയായിരുന്നു ആദ്യകാലത്ത്. നമ്മൾ നോമ്പിൻ്റെ ചരിത്രം പറഞ്ഞല്ലോ, രാത്രിയിലും പകലിലും നോമ്പ് തുറന്ന് പിന്നെ ഇശ പിന്നിട്ടാൽ വ്രതാനുഷ്ഠാനം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഫഖ്താന റജുലുൻ നഫ്സഹു, ഒരു വ്യക്തി സ്വന്തത്തെ ചതിയിൽ വീഴ്ത്തി എന്നാണ്. എന്താ കാര്യം? ഫജാമഅ ഇംറഅതഹു വഖദ് സല്ലൽ ഇശ വലം യുഫ്തിർ, ഇശ നിസ്കരിച്ചു വന്നിട്ട് ഭാര്യയെ പ്രാപിച്ചു. അയാൾ നോമ്പ് കുറിച്ചിട്ടില്ല, നോമ്പിലാണ്. കാരണം ഇശ നിസ്കരിച്ചിട്ട് പിന്നെ നോമ്പ് തുടരുകയല്ലേ. فأراد الله عز وجل أن يجعل ذلك يسرا لمن بقي ورخصة ومنفعة. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷിക്കുന്നവർക്ക് അതൊരു എളുപ്പമാക്കി നിശ്ചയിക്കാൻ ഉദ്ദേശിച്ചു. അതേപോലെ ഒരു ഇളവ് ആക്കുവാനും ഒരു ഉപകാരമാക്കുവാനും. അപ്പം ഈ വ്യക്തി, അദ്ദേഹത്തിന് ഈ ഒരു വിഷയം വന്നു, അതോടുകൂടി മറ്റുള്ളവർക്ക് അല്ലാഹു ഒരു എളുപ്പവും ഇളവും ഉപകാരവും നിശ്ചയിക്കാൻ ഉദ്ദേശിച്ചു എന്നാണ്. അങ്ങനെയാണ് ഫഖാല സുബ്ഹാന, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അലിമല്ലാഹു അന്നകും കുൻതും തഖ്താനൂന അൻഫുസകും എന്ന്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയുകയാണ് വകാന ഹാദാ മിമ്മാ നഫഅ അല്ലാഹു ബിഹിന്നാസ്, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു കാര്യമാക്കി അവർക്ക് റഖ്ഖസലഹും ഇളവും നൽകി, വയസ്സർ അവർക്ക് എളുപ്പവും നൽകി എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതിനെ പുരസ്കരിച്ച് പറഞ്ഞത്. അൽ-ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിന്റെ വിഷയത്തിൽ പറഞ്ഞത് ഇപ്രകാരം നമുക്ക് വായിക്കാം. ലമ്മാ നസല അല്ലാഹു സൗമു റമദാൻ, റമദാൻ വ്രതം അള്ളാഹു അവതരിപ്പിച്ചപ്പോൾ ഖാനു ലാ യഖ്റബൂന നിസാ റമദാന കുല്ലഹു, റമദാൻ മുഴുവനും സ്ത്രീകളോട് അടുക്കുമായിരുന്നില്ല. തുടക്കത്തിൽ റമദാൻ നോമ്പ് നിർബന്ധമാക്കിയ ആ തുടക്ക നാളുകളിൽ വകാന റിജാലു യഖൂനൂന അൻഫുസഹും, ചിലർ സ്വന്തത്തെ ചതിയിൽ വീഴ്ത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഫഅൻസലല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ചു എന്ത്? അലിമല്ലാഹു അന്നകും കുൻതും തഖ്താനൂന അൻഫുസകും ഫതാബ അലൈക്കും വഅഫ അൻകും എന്ന വചനം. ഇത് അൽ-ബറാ ഇബ്നുൽ ആസിബ് റളിയല്ലാഹു തആല അൻഹു ഈ ഒരു ഭാഗം അതിനെ പുരസ്കരിച്ച് പറഞ്ഞ ഒരു വിഷയമാണ്. അപ്പോൾ ഞാൻ ഇബ്നു അബ്ബാസിനെയും അൽ-ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിനെയും ഇവിടെ ഉദ്ധരിച്ചത് ഈ അലിമല്ലാഹു അന്നകും കുൻതും തഖ്താനൂന അൻഫുസകും എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം അവതരിപ്പിക്കാൻ കാരണമുണ്ട് എന്ന് അവർ അനുസ്മരിച്ച വിഷയം മനസ്സിലാക്കാനാണ്. ഇതിൽ നമുക്ക് ഈ വചനത്തിലെ പ്രയോഗങ്ങൾ അലിമല്ലാഹു അന്നകും കുൻതും തഖ്താനൂന അൻഫുസകും, അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ തുടർന്ന് മനസ്സിലാക്കാം. ആയത്തിൻ്റെ ബാക്കി ഭാഗം പഠിക്കുന്നതോടൊപ്പം ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.